ഹായ് എവരിവൺ, വെൽക്കം ടു എഡ്സ്പാർക്ക് ലേണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടിട്ട് 3 ഹിന്ദി, കേട്ടിട്ട് 4 ഹിന്ദി, HSC ഹിന്ദി എക്സാംസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേശവദാസ് എന്ന റൈറ്ററിനെ എല്ലാവർക്കും അറിയാം അല്ലേ? രീതികാലിലെ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ തന്നെയാണ് കേശവദാസ്. കേശവദാസ് ദ്വാര രചിത മഹാകാവ്യ കോൺസാ ഹെ? കേശവദാസ് എഴുതിയിട്ടുള്ള മഹാകാവ്യം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. കേശവദാസ് ഒരുപാട് രചനകൾ എഴുതിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? കേശവദാസ് എഴുതിയിട്ടുള്ള മഹാകാവ്യം ഏതെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ബാരമാസ, രാമചന്ദ്രിക, കവിപ്രിയ, രസികപ്രിയ. ആൻസർ വരുന്നത് ഏതാണ്? രാമചന്ദ്രികയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ കേശവദാസ് എന്ന റൈറ്റർ എഴുതിയിരിക്കുന്ന മഹാകാവ്യം ഏതായിരിക്കും? രാമചന്ദ്രികയാണ് അല്ലെ? കേശവദാസ് നമുക്കറിയാം രീതിബദ്ധ കവിയാണ്. രീതികാലിലെ 3 ശാഖകളിൽ ഒന്നാണ് രീതിബദ്ധ കാവ്യധാര എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട കവി തന്നെയാണ് ആര്? കേശവദാസ്. ഓക്കെ, അപ്പൊ കേശവദാസ് എഴുതിയിരിക്കുന്ന ഒരു മഹാകാവ്യമാണ് രാമചന്ദ്രിക. അടുത്ത് നോക്കാം. ഭൂഷൺ കെ കാവ്യമേം കോൺസാ രസ് ജ്യാദാ ഹെ? നമുക്കറിയാം വീർ രസ് കെ കവി, രീതികാലിലെ വീർ രസ് കെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ്? അല്ലെങ്കിൽ രാഷ്ട്രീയ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ്? അത് ഭൂഷണാണ് അല്ലെ? അപ്പൊ ഭൂഷന്റെ കവിതയിൽ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്ന രസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. വീർ, കരുൺ, ശൃംഗാർ, ശാന്ത്. ഏതാണ് ആൻസർ വരിക? വീർ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ വീർ രസ് പ്രധാനമായിട്ട് നമുക്ക് രീതികാലിൽ കാണാൻ സാധിക്കുന്നത് ഭൂഷന്റെ കവിത രചനയിലാണ്. അല്ലെങ്കിൽ ശരിക്കും രീതികാലിലെ രചനകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതലായിട്ടും ശൃംഗാരാണ് കൂടുതലായിട്ട് നമുക്ക് രചനകളിൽ കാണാൻ സാധിക്കുക. പക്ഷേ ഭൂഷന്റെ രചനയിൽ കാണുന്നത് പ്രധാനമായിട്ടും വീർ രസ് ആണ്. അതുപോലെ രീതികാലിലെ രാഷ്ട്രീയ കവി എന്നറിയപ്പെടുന്ന കവി കൂടിയാണ് ഭൂഷൺ രീതി മുക്ത കാവ്യധാരയിൽ വരുന്ന റൈറ്റർ കൂടിയാണ് കേട്ടോ. രീതികാലിലെ 3 കാവ്യധാരയിൽ ഏതൊക്കെയാണ് 3 കാവ്യധാര? രീതി സിദ്ധ, രീതി ബദ്ധ, രീതി മുക്ത. അതിലെ രീതി മുക്ത കാവ്യധാരയിൽ വരുന്ന റൈറ്റേഴ്സ് ആരൊക്കെയാണ്? ഭൂഷൺ വരുന്നത് രീതി ബദ്ധ കാവ്യധാരയിലാണ് കേട്ടോ. രീതി മുക്തിൽ വരുന്നത് ആരൊക്കെയാണ്? ശേഖാലം, ഘനാനന്ദ, ബോധ ഠാക്കൂർ, തിജ്ദേവ് എന്നീ റൈറ്റേഴ്സ് ആണ് രീതി മുക്തിൽ വരാം. അപ്പൊ ഭൂഷൺ വരുന്നത് രീതി ബദ്ധിൽ തന്നെയാണ് കേട്ടോ. അടുത്ത് നോക്കാം. ആദ്യകാലിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ രചനയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. മൈഥിലി കോകിൽ നാം സെ പ്രസിദ്ധ ഹിന്ദി കെ ആദി ഗീതകാർ കോൻ ഹെ? മൈഥിലി കോകിൽ എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള ഹിന്ദിയിലെ ആദി ഗീതകാർ ആരാണ്? ഓപ്ഷൻസ് നോക്കാം. വിദ്യാപതി, ജക്കാനിക്, നർപതി, നാൽഹ, ജയ്സി. ആരാണ് ആൻസർ വരിക? വിദ്യാപതിയാണ് ആൻസർ വരുന്നത് അല്ലെ? മൈഥിലി കോകിൽ എന്നറിയപ്പെടുന്ന റൈറ്റർ വിദ്യാപതി തന്നെയാണ്. കാരണം വിദ്യാപതിയുടെ രചനകൾ ഇപ്പൊ മൈഥിലി ഭാഷയിൽ എഴുതിയ രചനകളുണ്ട്, അപഭ്രംശ് ഭാഷയിൽ എഴുതിയ രചനകളുണ്ട്, അതുപോലെ തന്നെ സംസ്കൃത ഭാഷയിൽ എഴുതിയ രചനകളും വിദ്യാപതിയുടെ വളരെ ഫേമസ് ആണ്. അതില് മൈഥിലി ഭാഷയിൽ എഴുതിയ പ്രധാനപ്പെട്ട രചന എന്ന് പറയുന്നത് ഏതാണ്? പദാവലി എന്ന് പറയുന്ന രചനയാണ്. പക്ഷെ ആ ഒരൊറ്റ രചന കൊണ്ട് വിദ്യാപതി അത്രയും ആ ഭാഷയിൽ ഫേമസ് ആവുകയും അങ്ങനെ അദ്ദേഹത്തിന് മൈഥിലി കോകിൽ എന്ന പേര് വീഴുകയും ചെയ്തു. അപ്പൊ ആ രചനയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക. മൈഥിലി കോകിൽ എന്ന് വിളിക്കാൻ മാത്രം ആ രചന അത്രയും ഇമ്പോർട്ടൻ്റ് ആയത് ആ രചനയുടെ ആ രചന അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മൈഥിലി കോകിൽ എന്നറിയപ്പെടുന്ന റൈറ്റർ വിദ്യാപതിയാണ്. അദ്ദേഹം മൈഥിലി ഭാഷയിൽ എഴുതിയിരിക്കുന്ന രചന ഏതാണ്? പദാവലിയാണ്. ഒട്ടനവധി രചനകൾ ഇപ്പൊ സംസ്കൃത ഭാഷയിൽ എഴുതിയ രചനയും അപഭ്രംശ് ഭാഷയിൽ എഴുതിയ രചനയൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. ഓക്കെ, അതില് മൈഥിലി ഭാഷയിൽ എഴുതിയ രചനയാണ് പദാവലി എന്ന കാര്യം ഓർമ്മിക്കുക. അടുത്ത് നോക്കുക. മീരാഭായിക്ക് രചനാവും ഈ വിശേഷത ക്യാ ഹെ? മീരാഭായിയുടെ രചനകളുടെ സവിശേഷത എന്താണ്? ഓപ്ഷൻസ് നോക്കുക. സൂഫി കാവ്യ ഹെ, രാമഭക്തി കാവ്യ ഹെ, കൃഷ്ണഭക്തി കാവ്യ ഹെ, ജ്ഞാനാശ്രയി ശാഖാക്കെ കാവ്യ ഹെ. ഏതാണ് ആൻസർ വരാ? നമുക്കറിയാം മീരാഭായി വരുന്നത് കൃഷ്ണഭക്തി ശാഖയിലാണ് അല്ലെ? അവരുടെ രചന പദാവലി എന്ന പേരിൽ തന്നെയാണ്. മീരാഭായിക്ക് പദാവലി എന്ന പേരിൽ തന്നെയാണ് അവരുടെ രചനയും പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ശരിക്കും ഭാഷ എന്ന് പറയുന്നത് മീരാഭായിയുടെ ഭാഷ ഏതാണ്? ബ്രജ് ഭാഷയാണ്. പക്ഷെ ആ ബ്രജ് ഭാഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജസ്ഥാനി മിശ്രിത് ബ്രജ് ഭാഷയാണ് മീരാഭായിയുടെ ഭാഷ. പക്ഷെ കൃഷ്ണഭക്തി ശാഖയിൽ ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററായ സൂർദാസിന്റെ ഭാഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക്
ഈസി ആയിട്ട് പറയാം, അത് ബ്രജ് ഭാഷയാണെന്ന് പറയാം. പക്ഷെ മീരാബായിയുടെ ഭാഷയുടെ പ്രത്യേകത അത് രാജസ്ഥാനി മിശ്രിത് ബ്രജ് ഭാഷയാണ്. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അതുപോലെ മീരാബായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഗുരുവിന്റെ പേരെന്താണ്? റായ്ദാസ് എന്നാണ്. കൃഷ്ണഭക്തി ശാഖയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റർ തന്നെയാണ് മീരാബായി. അടുത്ത നോക്കുക, आदिकाल के प्रमुख प्रबंध काव्य पृथ्वीराज रासू के रचनाकार कौन है? ഓക്കെ, അപ്പൊ ആദ്യകാലിലെ പ്രമുഖ് പ്രബന്ധ കാവ്യാണ് ഏത്? ആദ്യകാലിലെ ഹിന്ദി മേ ലിഖിത പ്രഥം മഹാകാവ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പൃഥ്വിരാജ് രാസു തന്നെയാണ് ആൻസർ ആയിട്ട് വരാം. അപ്പൊ ആദ്യകാലിൽ എഴുതപ്പെട്ടിട്ടുള്ള രചനയാണ്, പ്രബന്ധ കാവ്യാണ്. പൃഥ്വിരാജ് രാസു വളരെ ഫേമസ് ആയിട്ടുള്ള രചനയാണ്. ആ രചന എഴുതിയത് ആരാണ് എന്നതാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക, ഹർഷവർദ്ധൻ, ഗജ്നവി, ചന്ദബർദായി, ഭൂഷൺ. ആരാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് ചന്ദബർദായി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ചന്ദബർദായി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രേമവാട്ടിക കിസ്കി രചന ഹെ? പ്രേമവാട്ടിക എന്ന് പറയുന്നത് ആരുടെ രചനയാണ്? ഓപ്ഷൻസ് നോക്കുക, റഹീം, റസ്ഖാൻ, കുംഭൻ ദാസ്, കുത്തുബൻ. ആരാണ് ആൻസർ ആയിട്ട് വരിക? റസ്ഖാന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള രചനയാണ് പ്രേമവാട്ടിക എന്ന് പറയുന്നത്. അടുത്ത നോക്കുക, सरहबा का ഗ്രന്ഥ കോൺസാ ഹെ? ഓക്കെ, ഹിന്ദിക്ക് പ്രഥം കവി എന്നൊക്കെ അറിയപ്പെടുന്ന റൈറ്ററാണ് സരഹബ. അപ്പൊ സരഹബയുടെ ഗ്രന്ഥം ഏതെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക, പാഹുഡ് ദോഹ, ശിവസിൻഹ സരോജ, ദോഹ കോശ, ശിവാഭാവനി. ആൻസർ വരുന്നത് ഏതാണ്? ദോഹ കോശാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പത്മാവതി സമയ് എന്നാണ് കേട്ടോ. പത്മാവതി സമയ്. പത്മാവതി സമയ് കിസ് മഹാകാവ്യ കാ അംശ ഹെ? പത്മാവതി സമയ് എന്ന് പറയുന്നത് ഏത് മഹാകാവ്യത്തിന്റെ അംശമാണ്? ഓപ്ഷൻസ് നോക്കുക, പൃഥ്വിരാജ് രാസു, മധുമാലതി, പത്മാവത, ചന്ദായൻ. ആൻസർ വരുന്നത് ഏതാണ്? പൃഥ്വിരാജ് രാസു തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ പൃഥ്വിരാജ് രാസു എന്ന് പറയുന്ന രചന ചന്ദബർദായി എഴുതിയ രചനയാണെന്നും അതില് ടോട്ടൽ എത്രയാണ്? അതിൽ സമയ് ഭാഗിന പറയുന്നത് സമയ് എന്ന പേരിലാണ്. അത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ടോട്ടൽ 69 സമയാണുള്ളത്. അതുപോലെ 16,306 ചന്താണ് ഈ രചനയിലുള്ളത് എന്ന കാര്യമൊക്കെ ഓർമ്മിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബിഹാരി കിസ്കെ ദർബാരി കവി ഥേ? ബിഹാരി രീതി സിദ്ധ് കവിയാണ്. അദ്ദേഹം വരുന്നത് രീതികാലിലാണ്. രീതി സിദ്ധ് കവിയാണ് ബിഹാരി. ബിഹാരി ആരുടെ രാജദർബാരി കവിയായിരുന്നു? ഓപ്ഷൻസ് നോക്കുക, ജയ്പൂർ നരേഷ് ജയസിൻഹ, ചിത്രകൂട നരേഷ് രുദ്രദേവ, ദെൻ മഹാരാജ ഭാവസിൻഹ, ഇൻമേം സി കോയി നഹി. ആൻസർ വരുന്നത് ഏതാണ്? ജയ്പൂർ നരേഷ് ജയസിൻഹിന്റെ രാജകവിയായിരുന്നു ആരാ? ബിഹാരി. ഓക്കെ, ദർബാരി കവിയായിരുന്നു ബിഹാരി. അടുത്ത ക്വസ്റ്റ്യൻ, ബിഹാരി की कविता को शक्कर की रोटी किस आलोचक ने कहा है? അപ്പൊ ബിഹാരിയുടെ രചന ഏതാണ്? ഓരോ ഏകമാത്ര രചനയാണ് അദ്ദേഹത്തിന്റെ ബിഹാരി സത്സൈ എന്ന പേരിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ രചനയെ ശക്കർ കി റൂട്ടി എന്ന് വിളിച്ചത് ഏത് ആലോചകാണ്? ഓപ്ഷൻസ് നോക്കുക, കിഷോരിലാൽ ഗുപ്ത, നന്ദ ദുലാരെ വാജ്പേയി, രാംചന്ദ്ര ശുക്ല, ദെൻ പത്മസിൻഹ ശർമ്മ. ആൻസർ വരുന്നത് പത്മസിൻഹ ശർമ്മയാണ്. ഓക്കെ, അടുത്ത നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അംഗ്രേസി കിസ് പരിവാർ കി ഭാഷ ഹെ? അംഗ്രേസി ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏത് ഭാഷാ പരിവാറിൽ വരുന്ന ഭാഷയാണ്? ഓപ്ഷൻസ് നോക്കുക, ബാരോപ്പിയ പരിവാർ, അമേരിക്കി പരിവാർ, ഭാണ്ടു പരിവാർ, കാക്കേഷ്യൻ പരിവാർ. ആൻസർ വരുന്നത് ഭാരോപ്പിയ പരിവാറാണ്. നമുക്കറിയാം ഹിന്ദി ഭാഷ വരുന്നതും ഭാരോപ്പിയ പരിവാറിൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഹിന്ദി മാത്രമല്ല അംഗ്രേസി, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഒട്ടനവധി ഭാഷകൾ ബാരോപ്പിയ പരിവാറിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ അംഗ്രേസി ഭാഷ ഏത് ഭാഷാ പരിവാറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരിക? ബാരോപ്പിയ പരിവാർ തന്നെയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സദം ശബ്ദ കിസ് ഭാഷാ കാ ശബ്ദ ഹെ? സദം എന്ന് പറയുന്ന വേർഡ് ഏത് ഭാഷയിലെ വേർഡാണ്? ഓപ്ഷൻസ് നോക്കുക, ലാറ്റിൻ, സംസ്കൃത്, ഇറാൻ, അവസ്ഥ. ആൻസർ വരുന്നത് അവസ്ഥയാണ്. അവസ്ഥ ഭാഷയുടെ ശബ്ദമാണ് ശരിക്കും സദം എന്ന് പറയുന്ന വേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമി ഹിന്ദി കി ബോലി നഹി ഹെ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പശ്ചിമ ഇന്ത്യയുടെ ബോലി അല്ലാത്തത്? ഏതായിരിക്കും? മറാഠിയാണ്. അപ്പൊ പശ്ചിമ ഇന്ത്യയുടെ ബോലികൾ ഏതൊക്കെയാണ് നമ്മൾ അറിയണോ അല്ലെ? ഏതൊക്കെയാണ്? ഖടി ബോലി, ബ്രജ് ഭാഷ,
ഹരിയാണി, ബുന്ദേലി, കനൌജി എന്നിവയാണ് പശ്ചിമ ഹിന്ദിയിൽ വരുന്ന ബോലികൾ. അതിലിപ്പോ ബാംഗരു എന്ന് പറയുന്ന പേര് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ ഓപ്ഷൻസിൽ. ബാംഗരു എന്ന് പറയുന്ന ഹരിയാണി എന്ന് പറയുന്ന ബോലിയുടെ മറ്റൊരു പേരാണ് ബാംഗരു എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസിൽ ഇട്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോ ബോലിയുടെയും മറ്റു പേരുകൾ കൂടി നമ്മൾ പഠിച്ചു വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എക്സാം ഈസി ആവുള്ളൂ കേട്ടോ. അപ്പൊ മറാഠി എന്ന് പറയുന്നതാണ് പശ്ചിമ ഇന്ത്യയുടെ ബോലി അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, പാലി പ്രാകൃത് ഭാഷയും കിസസെ വികസിത് ഹുയി. പാലി പ്രാകൃത് ഭാഷകൾ ഏത് ഭാഷയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കുക. വൈദിക് സംസ്കൃത, അവധി സേ, then അപഭ്രംശ സേ, കൗരവി സേ. ആൻസർ വരുന്നത് വൈദിക് സംസ്കൃതത്തിൽ നിന്നാണ് പാലി പ്രാകൃത് ഭാഷകൾ ഡെവലപ്പ് ആയിട്ടുള്ളത്. ശരിക്കും മൂൽ ഭാഷ എന്ന് പറയുന്നത് വൈദിക് സംസ്കൃതമാണ്. അതിനുശേഷമാണ് ലൗകിക് സംസ്കൃത് വരാം, അതിനുശേഷമാണ് പാലി പ്രാകൃത് അപഭ്രംശ ഭാഷകൾ വരിക. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഹിന്ദി ഭാഷയുടെ വികാസം സംഭവിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിന്ദി ഭാഷ കാ സംബന്ധ് കിസ് ഭാഷാ പരിവാർ സെ ഹെ. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് അല്ലെ, അംഗ്രേസി ഭാഷയുടെ ഭാഷാ പരിവാർ പറയുന്ന സമയത്ത് നമ്മൾ ഹിന്ദി ഭാഷയും പറഞ്ഞു അല്ലെ. ഓപ്ഷൻസ് നോക്കുക. ദ്രവിഡ പരിവാർ, ഭാണ്ഡു പരിവാർ, ഭാരോപീയ പരിവാർ, യുരാൽ അൾട്ടായിക് പരിവാർ. ഏതാണ് ആൻസർ വരിക? ഭാരോപീയ പരിവാർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഹിന്ദി ഭാഷ, അംഗ്രേസി ഭാഷയൊക്കെ ഭാരോപീയ പരിവാറിൽ വരുന്ന ഭാഷകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരോപീയ പരിവാർ के अंतर्गत आने वाले प्राचीन भाषा कौन सी है? ഭാരോപീയ പരിവാറിന്റെ അണ്ടറിൽ വരുന്ന ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഭാഷ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഓപ്ഷൻസ് നോക്കുക. കന്നഡ, മറാഠി, അപഭ്രംശ, ബംഗ്ല. ഏതാണ് ആൻസർ വരാ? അപഭ്രംശ ഭാഷയാണ് ഇവിടെ ആൻസർ വരുന്നത്. നമുക്കറിയാം കന്നഡ, മറാഠി, ബംഗ്ലയൊക്കെ പിന്നീടുണ്ടായ ഭാഷകളാണ്. അപഭ്രംശ ഭാഷയാണ് പുരാതന ഭാഷ, പ്രാചീന ഭാഷ എന്ന് നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്നും പറയാനുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെമറ്റിക് ഹെമറ്റിക് പരിവാർ की भाषाओं में सबसे संपन्न भाषा कौन सी है? സെമറ്റിക് ഹെമറ്റിക് ഭാഷാ പരിവാറിൽ ഏറ്റവും സമ്പന്നമായ ഭാഷ അതേതാണ്? ഓപ്ഷൻസ് നോക്കുക. അറബി, റോമാലി, ദെൻ നാമ, ഹിബ്രു. ഏതാണ് ആൻസർ വരാ? അറബി ഭാഷയാണ് ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഭാഷ. അടുത്ത് നോക്കുക. കുമയൂണി കിസ്കി ബോലി ഹെ. കുമയൂണി, ഗഡ്വാലി എന്ന് പറയുന്ന ബോലികളൊക്കെ ഏത് ഉപഭാഷയുടെ അണ്ടറിൽ വരുന്നതാണ്? ഹിന്ദിയുടെ ഏത് ഉപഭാഷയിൽ വരുന്ന ബോലിയാണ് കുമയൂണി എന്ന് പറയുന്നത്? ഓപ്ഷൻസ് നോക്കുക. പശ്ചിമ ഹിന്ദി, രാജസ്ഥാനി, പഹാഡി, രാജസ്ഥാനി. ഏതാണ് ആൻസർ വരിക? പഹാഡിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കുമയൂണി, ഗഡ്വാലി എന്നീ ബോലികൾ വരുന്നത് പഹാഡി ഹിന്ദിയുടെ അണ്ടറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതീയ സംവിധാൻ में हिंदी को राजभाषा के रूप में कब मान्यता मिली? ഭാരതീയ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഹിന്ദി ഭാഷയെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളത് ഏത് വർഷം? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏത് വർഷമാണ്? ഓപ്ഷൻസ് നോക്കുക. 14 സെപ്റ്റംബർ 1949 ആണോ? അതോ 1949 16 സെപ്റ്റംബർ ആണോ? 18 സെപ്റ്റംബർ 1949 ആണോ? ദെൻ 10 സെപ്റ്റംബർ 1949 ആണോ? ഏതാണ് ആൻസർ വരിക? നമുക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദി ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബർ 14 ആണ്. നാഷണൽ ഹിന്ദി ദിവസമായിട്ട്, രാഷ്ട്രീയ ഹിന്ദി ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏതാണ്? സെപ്റ്റംബർ 14 തീയതിയാണ്. 1949 സെപ്റ്റംബർ 14 തീയതിയാണ് ഒഫീഷ്യലി നമ്മുടെ ഇന്ത്യ ഹിന്ദിയെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ആ ദിവസം നമ്മൾ ഓർമ്മയ്ക്കായിട്ട് സെപ്റ്റംബർ 14 തീയതി ഹിന്ദി ദിവസമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രാജഡ് അപഭ്രംശ से किस भाषा की उत्पत्ति मानी जाती है? ബ്രാജഡ് അപഭ്രംശിൽ നിന്ന് ഏത് ഭാഷയുടെ ഉൽപ്പത്തിയാണ് നമ്മൾ കാണുന്നത്? ഓപ്ഷൻസ് നോക്കുക. ബ്രജ്, അവധി, ഘടി, ബോലി, സിന്ധി. ആൻസർ വരുന്നത് ബ്രാജഡ് അപഭ്രംശിൽ നിന്ന് ഉത്ഭവിച്ച ഭാഷ എന്ന് പറയുന്നത് സിന്ധി ഭാഷയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എഡ്സ്പാർക്ക് ലേണിംഗ് നിങ്ങൾക്കായിട്ട് HSC ഹിന്ദി, കേട്ടറ്റ് 3, കേട്ടറ്റ് 4 ഹിന്ദി കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോട്ടിഫിക്കേഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ട് വന്നു കഴിഞ്ഞു. അതുപോലെ HSAD ആണെങ്കിലും ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനിയും നോട്ടിഫിക്കേഷൻസ് ഒട്ടനവധി വരാനുമുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നിലവിൽ അപ്ലൈ ചെയ്തവരും, ഇപ്പൊ HSC പോലുള്ള എക്സാമിന് നിലവിൽ അപ്ലൈ ചെയ്തവരും അതല്ല ഇനിയുള്ള വരും നോട്ടിഫിക്കേഷൻസിൽ അപ്ലൈ ചെയ്യാനിരിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം
നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് ഇനി അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ HSIയുടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഉടനെ തന്നെ എക്സാം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല, തീരെ കിട്ടില്ല. അപ്പൊ എത്രയും നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നവോ അത്രയും നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറാനും ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കേഡറ്റ് 3, കേഡറ്റ് 4 ഹിന്ദി കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ. ബാമഹ കിസ് സമ്പ്രദായ കെ സമർത്ഥക് മാനെ ജാത്തെ ഹൈ. ബാമഹ എന്ന റൈറ്റർ ഏത് സമ്പ്രദായത്തിലാണ് സമർത്ഥകായിട്ട് നമ്മൾ പറയുന്നത്? ഓപ്ഷൻസ് നോക്കുക. രീതി സമ്പ്രദായ, വക്രോക്തി സമ്പ്രദായ, അലങ്കാര സമ്പ്രദായ, ധ്വനി സമ്പ്രദായ. ഏതാണ് ആൻസർ വരിക? അലങ്കാര സമ്പ്രദായമാണ് ആൻസർ വരിക അല്ലെ. അലങ്കാര സമ്പ്രദായത്തിന്റെ പ്രവർത്തകൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ബാമഹ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ സാഹിത്യ ശാസ്ത്ര में रस निष्पत्ति सिद्धांत निम्नलिखित आचार्य की स्थापना है. ആരുടെ സ്ഥാപനയാണ് ശരിക്കും രസ് നിഷ്പത്തി എന്ന് പറയുന്ന സിദ്ധാന്തം? ഓപ്ഷൻസ് നോക്കുക. ആനന്ദവർദ്ധൻ, ആചാര്യ ഭരത്, ഭട്ടലോലഡ്, അഭിനവ് ഗുപ്ത. ആൻസർ വരുന്നത് ആചാര്യ ഭരത് ആണ് അല്ലെ. രസസിദ്ധാന്ത അദ്ദേഹത്തിന്റെ തന്നെയാണ്, ആചാര്യ ഭരതിന്റെ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലിറിക്കൽ ബൈലേർഡ്സ് കിസ്കാ കാവ്യ സംഗ്രഹ. ലിറിക്കൽ ബൈലേർഡ്സ് എന്ന് പറയുന്നത് ആരുടെ കാവ്യസംഗ്രഹമാണ്? ഓപ്ഷൻസ് നോക്കുക. വേർഡ്സ്വർത്ത്, മാത്യു ആർണൾട്ട്, ദെൻ T.S. ഇലിയഡ്, I.A. റിച്ചാർഡ്സ്. ആൻസർ വരുന്നത് വേർഡ്സ്വർത്ത് ആണ് കേട്ടോ. റൈറ്ററിന്റെ പേര് വേർഡ്സ്വർത്ത് ആണ്. ഓക്കെ, വേർഡ്സ്വർത്തിന്റെ രചനയാണ് ലിറിക്കൽ ബൈലേർഡ്സ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. പ്ലേറ്റോ की रचना नहीं है. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പ്ലേറ്റോയുടെ രചന അല്ലാത്തത്? ഓപ്ഷൻസ് നോക്കുക. റിപ്പബ്ലിക്, പോൾട്ടീഷ്യ, ദെൻ ഇയോൺ, പെരിപ്പോ എത്തിക്കേസ്. ആൻസർ വരുന്നത് പെരിപ്പോ എത്തിക്കേസ് ആണ്. പ്ലേറ്റോയുടെ രചന അല്ലാത്തത് പെരിപ്പോ എത്തിക്കേസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭരത് സൂത്ര के पहले व्याख्याकार कौन है. ഭരത് സൂത്രത്തിന്റെ ആദ്യത്തെ വ്യാഖ്യാകാർ ആരാണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കുക. ഭട്ടലോലഡ്, ശങ്കുക, ബാമഹ, ആനന്ദവർദ്ധൻ. ആൻസർ വരുന്നത് ഭട്ടലോലഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഔചിത്യക്കോ രസക പ്രാൺ കിസ്നെ കഹ. ഔചിത്യ സമ്പ്രദായ, ഔചിത്യത്തെ രസത്തിന്റെ പ്രാണനായിട്ട് കണ്ടതാരാ? ഓപ്ഷൻസ് നോക്കുക. ഭട്ടലോലഡ്, ക്ഷേമേന്ദ്ര, ബാമഹ, ദെൻ ആനന്ദവർദ്ധൻ. ആൻസർ വരുന്നത് ക്ഷേമേന്ദ്ര ആണ്. നമുക്കറിയാം ഔചിത്യ സിദ്ധാന്തത്തിന്റെ പ്രവർത്തക ആചാര്യ എന്ന് പറയുന്നത് ക്ഷേമേന്ദ്ര ആണ്. അദ്ദേഹത്തിന്റെ രചന ഔചിത്യ വിചാര ചർച്ച. അടുത്ത ക്വസ്റ്റ്യൻ. സഞ്ചാരി ഭാവോं की संख्या कितनी है. സഞ്ചാരി ഭാവത്തിന്റെ സംഖ്യ, ടോട്ടൽ സംഖ്യ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 35, 30, 33, 32. ആൻസർ വരുന്നത് 33 ആണ് ടോട്ടൽ സഞ്ചാരി ഭാവത്തിന്റെ സംഖ്യ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. നിമ്നലിഖിത് में से ധ്വനി സമ്പ്രദായ के प्रवर्तक कौन है. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് ധ്വനി സമ്പ്രദായത്തിന്റെ പ്രവർത്തക? ഓപ്ഷൻസ് നോക്കുക. ഭരതമുനി, വാമൻ, ഭാമഹ, ആനന്ദവർദ്ധൻ. ആൻസർ വരുന്നത് ആനന്ദവർദ്ധൻ ആണ്. ധ്വനി സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തകരാണ് ആനന്ദവർദ്ധൻ ആണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ. നിമ്നലിഖിത് में से कौन सी ശബ്ദാലങ്കാർ नहीं है. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശബ്ദാലങ്കാർ അല്ലാത്തത്? ഓപ്ഷൻസ് നോക്കുക. അനുപ്രാസ്, ശ്ലേഷ, യമക, രൂപക. ആൻസർ വരുന്നത് രൂപകാണ്. അപ്പൊ അനുപ്രാസം, ശ്ലേഷും, യമകൊക്കെ ശബ്ദാലങ്കാരാണ്, രൂപക അർത്ഥാലങ്കാരാണ്. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു HSA ഹിന്ദി, കേഡറ്റ് ഹിന്ദി, കേഡറ്റ് 3 and 4 ഹിന്ദി എക്സാമിന് യൂസ്ഫുൾ ആവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എഡ്സ്പാർക്ക് ലേണിംഗിൽ HSA ഹിന്ദി, കേഡറ്റ് 3 ഹിന്ദി and 4 കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഒരുമിച്ച് എക്സാം എഴുതാം. എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടിട്ടിന്റെ. അപ്പോൾ സമയം കളയാണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ, ജോയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.